ഇങ്ങനൊരു ക്രിസ്മസ് ദിവസം ഒരു സൊമാറ്റോക്കാരനും ഇതുവരെ ഉണ്ടായി കാണത്തില്ല ഗൈസ്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ ഞാൻ ആപ്പ് ഓൺലൈനാക്കി അപ്പം തന്നെ ഓർഡർ അടിച്ചു 10 രൂപ ടിപ്പ്. ആഹാ, ഇന്ന് കുശാല് തന്നെയാണ്. ആദ്യത്തെ ഓർഡറിനെ ടിപ്പ്. അങ്ങനെ കസ്റ്റമറിനെ കൊണ്ട് ഡെലിവറി ചെയ്തവനെ അടുത്ത ഓർഡർ അടിച്ചു ഒബാമയിൽ ചെന്നപ്പോഴാണ് ഇതുവരെ ഇല്ലാത്ത വലിയൊരു തിരക്ക്. അവിടെ ബിരിയാണിക്ക് ഭയങ്കരമായ തിരക്ക്. അവിടെയൊക്കെ സൊമാറ്റോക്കാരും സ്വിഗ്ഗിക്കാരും ക്യൂ നിൽക്കുകയാണ്. എനിക്ക് ആരോ ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്തിരുന്ന ഒരു ഫുഡാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും ട്രാൻസ്ഫർ ആകില്ല. ഞാൻ അവിടെ 3/4 മണിക്കൂറോളം നിന്ന് അവസാനം ഞാൻ കസ്റ്റമർ കെയർ റീച്ച് സപ്പോർട്ട് തൊട്ടു. കെയറിൽ നിന്ന് ഹോട്ടലിൽ വിളിച്ചപ്പോൾ അവർ അറ്റൻഡ് ചെയ്യുന്നില്ല. അവസാനം എനിക്ക് 0 പെനാൽറ്റിയിൽ അവർ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് തന്നു. അങ്ങനെ അടുത്ത ഓർഡർ തന്നെ ലക്ഷ്മി അടിച്ചു. അങ്ങനെ ആ ഓർഡറും കൊണ്ട് ഫുഡ് ഡെലിവറി ചെയ്തതിന് ശേഷം അടുത്ത ഓർഡർ നമുക്ക് അടിച്ചിരിക്കുന്നത് വൈറ്റ് ഫോർട്ടിലാണ്. ആഹാ, അടിപൊളി. സ്വാഭാവികം തന്നെ അവിടെ കുറച്ച് ലേറ്റാണ്. ഇന്ന് ക്രിസ്മസും. എനിക്ക് അടിച്ചിരിക്കുന്നത് ഫ്രൈഡ് റൈസാണ്. അങ്ങനെ പ്രതീക്ഷ ഒട്ടും തെറ്റിയില്ല. ഏകദേശം 3/4 മണിക്കൂറോളം അവിടെ ഡിലേ ഉണ്ടായിരുന്നു. ആ ഡിലേ അങ്ങനെ 3/4 മണിക്കൂർ ഡിലേ ആയ ഫുഡ് കൊണ്ട് ഡെലിവറി ചെയ്തപ്പോഴാണ് വലിയ പണി കിട്ടിയിരിക്കുന്ന താജ് ഫാസ്റ്റ് ഫുഡിൽ നിന്ന് ഓർഡർ അടിച്ച് 4 കിലോമീറ്റർ നിന്നാണ് ഈ പിക്കപ്പ് കിട്ടിയത്. ഞാൻ ബിരിയാണി തീർന്നു പോയിരുന്നു. ഞാൻ അങ്ങനെ റീച്ച് സപ്പോർട്ടിൽ കൊടുത്തു ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന്. അങ്ങനെ കസ്റ്റമർ കെയർ ഹോട്ടലിൽ വിളിച്ചപ്പോൾ ഹോട്ടലുകാർ ഒരു 10 മിനിറ്റ് ബിരിയാണി റെഡിയാക്കി തരാമെന്ന്. ഞാൻ നോക്കിയപ്പോൾ അവിടുത്തെ ജോലിക്കാരൻ ബിരിയാണി അരി വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ഇനി 10 മിനിറ്റ് തന്നെ നിൽക്കാൻ. ഞാൻ കസ്റ്റമർ കെയറിൻ്റെ കൂടെ കാര്യം പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ 3/4 മണിക്കൂർ കഴിഞ്ഞ് സമയം കഴിഞ്ഞ് അവർ 0 പെനാൽറ്റിയിൽ അവർ തന്നെ വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് തന്നു. അങ്ങനെ ഒരു 3:15 ആയപ്പോൾ 4 ഓർഡർ ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഞാനൊരു 10 ഓർഡർ എടുത്ത് എൻ്റെ ജോലി ചെയ്തു. അമ്മാതിരി ഓട്ടം ഓടിയിട്ട് വരും 4 ഓർഡർ. ഇനിയാണ് മൊത്തം പണികൾ വരുന്നത്. ഏകദേശം 7 മണിയായപ്പോൾ 9 ഓർഡർ ആയുള്ളൂ. 7 മണിക്ക് കൊല്ലത്തെ ബീച്ചിൻ്റെ അവിടത്തേക്ക് തിരക്കറിയില്ല. അവിടെ മത്താമൽ റാഹത്തിൽ നിന്ന് ഓർഡർ അടിച്ചു. അവിടെ ചെന്നപ്പം അണി അൽഫം മന്തി അവിടെ ഏകദേശം 3/4 മണിക്കൂറോളം നിന്ന്. ആ ഡിലേ കാരണം ഞാൻ അതങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് 0 പെനാൽറ്റിയിൽ ട്രാൻസ്ഫർ ചെയ്ത് ഇഷ്ടംപോലെ ഓർഡർ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ട്രാൻസ്ഫർ ചെയ്ത ഉടനെ ലക്ഷ്മി ബേക്കറിയിൽ നിന്ന് 15 കിലോമീറ്ററിൻ്റെ ഓർഡർ. ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ ഞാൻ ഈ ലക്ഷ്മി ബേക്കറി പോയി 15 കിലോമീറ്റർ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആകെ 9 ഓർഡറേ ഉള്ളൂ. എനിക്കിനി ചെറിയ ഓർഡർ വേണമെന്ന ആഗ്രഹത്തിൽ ഞാൻ അതങ്ങ് ഡിനേ ചെയ്തു. ഒരു ദിവസം ഒരു ഡിനേ ചെയ്യാമല്ലോ, അത് പ്രതീക്ഷിച്ച് അങ്ങ് ഡിനേ ചെയ്തു. അപ്പോഴാണ് ആ മുട്ടക്കാട്ട പണി വരുന്നത്. അടുത്ത് അടിച്ചിരിക്കുന്നത് വെജ് വേ എന്നാണ്. അതിൻ്റെ ലക്ഷ്മി ബേക്കറി തൊട്ടടുത്ത ഹോട്ടലിൽ നിന്നാണ് അടിച്ചിരിക്കുന്നത്. നേരെ ഞാൻ വെജ് വേവ് ചെന്ന് അവിടെ ഡിലേ. പക്ഷേ അതൊരു 6 കിലോമീറ്റർ ഉള്ളായിരുന്നു. ഞാൻ അവിടെ ഒരു മണ്ടത്തരം കാണിച്ചു. ഞാനൊരു കുറേ നേരം വെയിറ്റ് ചെയ്തപ്പം 0 പെനാൽറ്റിയിൽ ട്രാൻസ്ഫർ ചെയ്യാമല്ലോ. ഞാനങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഉടനെ ഒരു മൾട്ടി കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഉടനെ അടിച്ച് മത്താമൽ റാഹത്തിൽ വീണ്ടും തിരിച്ച് ബീച്ച് റോഡിൽ പോകണം. അങ്ങോട്ട് പോകുന്ന വഴി മുടിഞ്ഞ ബ്ലോക്ക്. റെയിൽവേ ഓവർബ്രിഡ്ജ് വഴി വണ്ടി കയറ്റി വിടുന്നില്ല. അത് അവിടെ 1 വേ ആക്കി. തിരിച്ച് ഞാൻ ചിന്നക്കട വഴി കറങ്ങി പോകണമെന്ന് പറഞ്ഞ് പോയപ്പോൾ ആ ബ്ലോക്കിൽ കിടന്നപ്പം കോള് വരുന്നു കസ്റ്റമർ കെയറിൽ നിന്ന്. പെട്ടെന്ന് പോകൂ, നിങ്ങൾ ഡിലേ ആയിരിക്കുന്നു, ഫുഡ് ഓടി അവിടെ ചെന്ന് എടുക്കൂ എന്നും പറഞ്ഞ്. ഇപ്പം തന്നെ കലി കയറി, ദേഷ്യം കയറി, പണ്ടാരടങ്ങിയിരിക്കുകയായിരുന്നു. കോളാണ് വരുന്നത്. ഞാൻ അവരടുത്ത് പറഞ്ഞു, എങ്കിൽ നീ വേറെ ആരെങ്കിലും കൊണ്ടെടുക്കുക, എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഡിലേ ചെയ്ത് ഓഫാക്കി വീട്ടിൽ വന്ന് കിടന്നു ഉറങ്ങി. ഇതാണ് ഗൈസ് എൻ്റെ ക്രിസ്മസ്.